മെർജ് വിത്ത് നോ ഹെഡർ ജസ്റ്റ് ബട്ടൺ ക്ലിക്കിൽ ആ മാക്രോ റൺ ആവും. എക്സൽ മെർജിൽ ഫയൽസ് ടു മെർജ് ഓക്കെ എടുക്കാം. അപ്പോൾ എന്തെങ്കിലും എക്സൽസ് മെർജ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഫോൾഡറിലാക്കിയതിന് ശേഷം ഈ ഒരു എക്സൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ മെർജ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ എങ്ങനെ മൾട്ടിപ്പിൾ എക്സൽ ഫയൽസ് ഒരു സിംഗിൾ എക്സൽ ഫയൽ ആയിട്ട് മെർജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് യൂസിങ് മാക്രോ. ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്, ഇതിനുള്ളിലാണ് എനിക്ക് മെർജ് ചെയ്യേണ്ട ഫയൽസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 ഈ 3 ഫയൽസ് ആണ് എനിക്ക് വൺ സിംഗിൾ എക്സൽ ഫയലിലേക്ക് മെർജ് ചെയ്യേണ്ടത്. കുറെ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലി കോപ്പി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ മാക്രോ വെച്ചിട്ട് മെർജ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഡാറ്റയിൽ ഫസ്റ്റത്തെ 1 to 10 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ആൻഡ് ജെൻഡർ ആണ് ഫസ്റ്റ് ഫയലിലുള്ളത്. അപ്പോൾ സെക്കൻഡ് ഫയലിൽ ID 11 to 20. അപ്പോൾ ഈ 11 to 20 എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഡാറ്റ 3ൽ 21 to 30 കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്പേഴ്സ് മെർജ് ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ ഓർഡറിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നമ്പേഴ്സ് ഇങ്ങനെ ഇട്ടാണ്. അപ്പോൾ എങ്ങനെ ഈ 3 ഫയൽസും മെർജ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ, പേര് കൊടുക്കാം മാക്രോ മെർജ്. അപ്പോൾ ഈ ഒരു എക്സലിൽ VB കോഡ്സ് എൻ്റർ ചെയ്ത്, അതായത് മാക്രോ ക്രിയേറ്റ് ചെയ്ത മാക്രോ റൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 എക്സൽ ഫയൽസിനെ മെർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡെവലപ്പർ ടാബിൽ പോയിട്ട് വിഷ്വൽ ബേസിക് ഡെവലപ്പർ ടാബ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെവലപ്പർ ടാബ് ഡീഫോൾട്ട് അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ എവിടെയും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമൈസ് റിബൺ പോവുക. ഇവിടെ ഡെവലപ്പർ ടാബ് ടിക്ക് ചെയ്യുക. ഇവിടെ അൺടിക്ക് ആയിരിക്കും കിടക്കേണ്ട ഓട്ടോമാറ്റിക്കലി. നമ്മൾ അൺടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡെവലപ്പർ ടാബ് കിട്ടും. വിഷ്വൽ ബേസിക് അതിൽ പോയിട്ട് ഇൻസേർട്ട് മൊഡ്യൂള്, എന്നിട്ട് ഇവിടെ ആദ്യത്തെ മാക്രോ കോഡ് VBA കോഡ് എൻ്റർ ചെയ്യണം. അപ്പോൾ കോഡ് ഞാൻ ഓൾറെഡി ഇവിടെ ടെക്സ്റ്റ് ഫയലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കോഡ്. ഈ ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർജ് എക്സൽ ഫയൽസ് വിത്ത് ഹെഡർ അതായത് എല്ലാ എക്സൽ ഫയൽസിൻ്റെയും ഹെഡർ ഇൻക്ലൂഡിങ് ആയിരിക്കും ഈ ഒരു കോഡ് വെച്ച് നമ്മൾ എക്സൽ ഫയൽസ് മെർജ് ചെയ്യണമെങ്കിൽ. അത് Ctrl+C. ഞാൻ ഇതിൻ്റെയൊക്കെ ഈ ഫയൽസിൻ്റെയൊക്കെ ഇത് ഡിസ്ക്രിപ്ഷനിൽ OneDrive ലിങ്ക് ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ Ctrl+C പേസ്റ്റ് ചെയ്തു, Ctrl+S സേവ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഒരു എക്സല് മാക്രോ എക്സൽ ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാക്രോ എക്സൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടു കണ്ടിന്യൂ സേവിങ് ആസ് മാക്രോ ഫ്രീ വർക്ക്ബുക്ക് ക്ലിക്ക് യെസ്. മാക്രോ ഫ്രീ ആക്കാനാണെങ്കിൽ യെസ്, നമുക്കിവിടെ മാക്രോ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നോ, സേവ് ചെയ്യുക. ഇവിടെ എക്സൽ വർക്ക്ബുക്കിന് പകരം എക്സൽ മാക്രോ ഇനേബിൾഡ് വർക്ക്ബുക്ക് സേവ് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം, ഇതും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് ഈ ഒരു കോഡ് ഇപ്പം മാക്രോ ആക്കി സേവ് ചെയ്ത കോഡ് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ റൺ ചെയ്യാനായിട്ട് ഡെവലപ്പറിൽ മാക്രോസിൽ പോവാം. ഇതാണ് മാക്രോ, ഇത് റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോഡ് വെച്ചിട്ട് നമുക്ക് ഏത് ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഫയൽസാണ് മെർജ് ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ മെർജ് ചെയ്യേണ്ട ഫയൽസും മുഴുവനും ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ സേവ് ചെയ്തിടാം. അപ്പോൾ ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളിലാണ് മെർജ് ചെയ്യേണ്ട ഫയൽസ്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ വിൻഡോയിലൊന്നും കാണാൻ പറ്റില്ല. ബട്ട് ഇതിൻ്റെ ഫോൾഡർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. കോഡ് റണ്ണായി. അപ്പോൾ ഓൾ ഫയൽസ് ഹാവ് ബീൻ മെർജ്ഡ് ഇൻ ടു വൺ ഷീറ്റ് സക്സസ്ഫുള്ളി ആൻഡ് ദ മെർജ് ഷീറ്റ് വിൽ നൗ ഓപ്പൺ. അപ്പോൾ മെർജ് ആയ ഷീറ്റ് നമ്മുടെ ഫ്രണ്ടിൽ ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ എക്സലിൻ്റെയും ഞാൻ നേരത്തെ കാണിച്ചെന്ന മാതിരി ഫസ്റ്റത്തെ എക്സൽ ഷീറ്റ് ഇത്രയുമാണ് 1 to 10. രണ്ടാമത്തെ എക്സൽ ഷീറ്റിലെ ഹെഡർ അടക്കം ഇവിടെ നിന്ന് 20 വരെ. തേർഡ് എക്സൽ ഷീറ്റിൻ്റെ ഹെഡർ ഇവിടെ നിന്ന് ഇവിടം വരെ 30 വരെ. അപ്പം ഇതിൽ ഈ ഒരു കോഡിൽ ഹെഡിങ് അടക്കം ഇൻക്ലൂഡഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ നമുക്കിത് മെർജ്ഡ് ആയിട്ട് കിട്ടി. ഇത് ഫയലിൽ പോയിട്ട് ഇത് എവിടെയെങ്കിലും സേവ് ചെയ്തിടാം. ബ്രൗസ് സേവ് ചെയ്തില്ലെങ്കിലും ഈ ഒരു കോഡ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആവും. ഇവിടെ മെർജ്ഡ് വർക്ക്ബുക്ക് ഓൾറെഡി സേവ്ഡ് ആണ്. എവിടെയാണോ എക്സൽ ഫയൽസ് മെർജ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൾഡർ ഉണ്ടായിരുന്നു അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇവിടെ മെർജ്ഡ് വർക്ക്ബുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രണ്ടെണ്ണം വന്നത് ഒരെണ്ണം മാക്രോ ഇനേബിൾഡ് വർക്ക്ബുക്ക് ആണ്. ഇതായിരുന്നു നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന വർക്ക്ബുക്ക്. അതിൽ മാക്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മാക്രോ ഇനേബിൾഡ് വർക്ക്ബുക്ക് ഇവിടെ വന്നു. അപ്പോൾ നമുക്ക് പഴയത് ഡിലീറ്റ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മാക്രോ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വിത്തൗട്ട് ഹെഡർ, മെർജ് നോ ഹെഡർ, അതായത് ഹെഡിങ് ഇല്ലാതെ നമുക്ക് ആ എക്സൽ ഫയൽസ് ഫുള്ള് മെർജ് ചെയ്യാനായിട്ടുള്ള മാക്രോ കോഡ്. അപ്പോൾ ഇത്
രണ്ടാമത്തെ ടെക്സ്റ്റ് ഫയലിൽ നിന്ന് കോപ്പി ചെയ്തു, Ctrl+C കോപ്പി ചെയ്തു, എക്സലിൽ പോയിന്ന് വിഷ്വൽ ബേസിക്, ഇൻസേർട്ട് മൊഡ്യൂള്, Ctrl+V പേസ്റ്റ് ചെയ്യുന്നു, Ctrl+S സേവ്, ക്ലോസ്. അപ്പോൾ അത് സേവായി. മാക്രോസിൽ പോകണമെങ്കിൽ നമുക്ക് കാണാം നേരത്തെ നോ ഹെഡ് വിത്ത് ഹെഡർ ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് നോ ഹെഡർ ആണ്, ഹെഡർ ഇല്ലാതെ മെർജ് ചെയ്യാനുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് റൺ. ഏത് ഫോൾഡറാണ് മെർജ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, മാക്രോ റൺ ആവുന്നു. ഇത് ഡു യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ്, അതായത് നേരത്തെ നമ്മൾ മെർജ് ചെയ്ത ഫയൽസ് അവിടെ ഓൾറെഡി ഉണ്ട് സെയിം നെയിമിൽ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. യെസ് കൊടുക്കുന്നു, റീപ്ലേസ് ആയി. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ നോ ഹെഡർ, അതായത് ഹെഡിങ് ഇല്ലാതെ ഉള്ള മെർജ് ആയിട്ടുള്ള എക്സൽ ഫയൽ. കാരണം നമുക്കിവിടെ കാണാൻ പറ്റും ജസ്റ്റ് കണ്ടിന്യൂസ് സീക്വൻസ് ആയിട്ട് വന്നു. കാരണം നമുക്ക് ചിലപ്പോൾ ഈ സെയിം ഹെഡിങ്ങിലായിരിക്കും നമുക്ക് എല്ലാ ഡാറ്റയും വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാക്രോ യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് OneDrive ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുമെങ്കിൽ കോഡ് ഞാൻ പേസ്റ്റ് ചെയ്യാം. എനിക്കറിയില്ല ഇത്രയും വലിയ കോഡ് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മെർജ് ചെയ്യേണ്ട എക്സൽ ഫയൽസിൽ സിംഗിൾ ഷീറ്റേ പാടുള്ളൂ. ഇപ്പൊ ഇതിൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഷീറ്റേ ഉള്ളൂ. 2 ഷീറ്റ് വന്നു കഴിഞ്ഞാൽ മെർജിങ് ചിലപ്പോൾ നടക്കൂല, എറർ വരും. ഇത് മാക്രോ റൺ ചെയ്യാനായിട്ട് ഡെവലപ്പറിൽ പോവുക, ഇൻസേർട്ട്, ഇതിൽ ബട്ടൺ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ മാക്രോ നോ ഹെഡർ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ബട്ടൺ വന്നു. എന്നിട്ട് നമുക്കിത് റീനെയിം ചെയ്യാം. എഡിറ്റ് ടെക്സ്റ്റ് നോ, വീണ്ടും ഇൻസേർട്ടിൽ പോവാ, ബട്ടൺ ക്ലിക്ക് ചെയ്യാം, മെർജ് വിത്ത് ഹെഡർ, ആ മാക്രോ ഇതിലേക്ക് അസൈൻ ചെയ്യുന്നു ഈ ബട്ടണിലേക്ക്. ഓക്കെ, മെർജ് വിത്ത് നോ ഹെഡർ ജസ്റ്റ് ബട്ടൺ ക്ലിക്കിൽ ആ മാക്രോ റൺ ആവും. എക്സൽ മെർജിൽ ഫയൽസ് ടു മെർജ്, ഓക്കെ എടുക്കാം. മെർജ് വിത്ത് ഹെഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ മാക്രോ റൺ ആവും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇത് സേവ് ചെയ്യാം. ഫയൽ സേവായി. അപ്പോൾ എന്തെങ്കിലും എക്സൽസ് മെർജ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഫോൾഡറിലാക്കിയതിന് ശേഷം ഈ ഒരു എക്സൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ മെർജ് ചെയ്യാൻ പറ്റും. മെർജ് എന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഈ എക്സൽ ഡയറക്റ്റ് ഇതിൻ്റെ OneDrive ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.